പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 72ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും പരിചയമുള്ളതും മിക്ക വീടുകളിലും വളരുന്നതും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയുർവേദ ഔഷധമായി ഉപയോഗിച്ചിരുന്നതുമായ ഒരു സാധാരണ സസ്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹോളി ബേസിൽ അഥവാ തുളസി. ഓസിമം സാങ്ക്ടം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന തുളസി ലാമിയേസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന നല്ല സുഗന്ധമുള്ള ഔഷധ സസ്യമാണ്. 30 മുതൽ 60 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ധാരാളം ശാഖകളോടുകൂടി നിവർന്നു വളരുന്ന ഹോളി ബേസിൽ എന്ന തുളസി ഉഷ്ണവീര്യമുള്ള സസ്യമാണ്. വേദങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ പരാമർശിക്കുന്ന ഈ സസ്യത്തിൻ്റെ ജന്മദേശം ഏഷ്യയിലെ ഉഷ്ണമേഖല, ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളും ഓസ്ട്രേലിയയും പശ്ചിമ പസഫിക്കുമാണ്. തെക്കൻ ഏഷ്യയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വ്യാപകമായ തോതിൽ കൃഷി ചെയ്യുന്ന ഈ സസ്യം കൃഷിയിടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പ്രകൃതിദത്തമായി വളരുന്നു. സ്വാഭാവിക പരിസ്ഥിതിയിലും കൃഷിയിടങ്ങളിലുമൊക്കെ വളരുന്ന ഒരു കളയായിട്ടാണ് ഈ സസ്യത്തെ കരുതുന്നത്. മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടിയും പരമ്പരാഗത മരുന്ന് നിർമ്മാണത്തിനു വേണ്ടിയും എസൻഷ്യൽ ഓയിലിനു വേണ്ടിയുമാണ് തുളസി വളർത്തുന്നത്. ഹെർബൽ ടീ എന്ന നിലയിൽ തുളസി വ്യാപകമായി ഉപയോഗിക്കുന്നു. ആയുർവേദത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഔഷധ സസ്യമാണ് തുളസി. ഇന്ത്യയിലും നേപ്പാളിലും തുളസിയുടെ 3 ഇനങ്ങൾ കൃഷി ചെയ്യുന്നു. ഒന്നാമത്തെ വിഭാഗം രാമതുളസി അഥവാ ഓസിമം സാങ്ക്ടം. സർവ്വസാധാരണമായി കണ്ടുവരുന്ന തുളസിയാണ് രാമതുളസി. വീതി കൂടിയ പച്ച നിറത്തിലുള്ള ഇലകളും തണ്ടുകളും രാമതുളസിയുടെ പ്രത്യേകതയാണ്. ഇലകൾക്ക് നേരിയ മധുരമുണ്ട്. രണ്ടാമത്തെ വിഭാഗമാണ് കൃഷ്ണതുളസി അഥവാ ഓസിമം ടെനുയിഫ്ലോറം. പർപ്പിൾ നിറത്തിലുള്ള ഇലകളും തണ്ടുകളും ഇവയുടെ പ്രത്യേകതയാണ്. വന്യമായി വളരുന്ന വാനാ തുളസി അഥവാ ഓസിമം ഗ്രാറ്റിസിമം. പച്ച നിറത്തിലോ പർപ്പിൾ നിറത്തിലോ കാണപ്പെടുന്ന ലഘുപത്രങ്ങൾ തണ്ടുകൾ ഉള്ളവയും അണ്ഡാകൃതിയിൽ ഉള്ളതുമാണ്. ഇലകൾ 5 സെൻറ്റിമീറ്റർ വരെ നീളമുള്ളവയും അരികുകൾ നേരിയ തോതിൽ പല്ലുകൾ പോലെ കാണപ്പെടുന്നവയുമാണ്. പർപ്പിൾ നിറത്തിലുള്ള പൂക്കൾ നീളമുള്ള തണ്ടിൽ വളരെ അടുത്തടുത്തായി ക്രമീകരിച്ചിരിക്കുന്നു. സംസ്കൃതത്തിൽ സുരസ, ഗ്രാമ്യ, ഗൗരി, സുലഭ, ബഹുമഞ്ജരി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തുളസിയിൽ ധാരാളം രാസഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ടാനിൻസ്, ഫ്ലാവനോയിഡ്സ്, യൂജിനോൾ, കാർവാത്രോൾ, ലിനോലോൾ, കാംഫർ, സിന്നമിൽ അസറ്റേറ്റ്, കാരിയോഫൈലിൻ തുടങ്ങിയവ. തുളസിയുടെ പ്രത്യേക സുഗന്ധത്തിന് കാരണം സസ്യത്തിൻ്റെ എണ്ണയിൽ അടങ്ങിയിട്ടുള്ള കാംഫർ, യൂക്കാലിപ്റ്റോൾ, ആൽഫ ബിസാബുളീൻ, യൂജിനോൾ, ജെർമാക്രീൻ, ബീറ്റ ബിസാബുളീൻ എന്നീ ഘടകങ്ങളാണ്. ധാരാളം ഉപയോഗങ്ങളുള്ള സസ്യമാണ് തുളസി എന്ന് നമുക്കറിയാം. ആയുർവേദത്തിലും സിദ്ധയിലും വളരെ ഫലപ്രദമായ ഔഷധക്കൂട്ടുകളിൽ ഒന്നാണ് ഈ സസ്യം. പ്രാണികളെയും കീടങ്ങളെയും അകറ്റാനുള്ള മരുന്നായും തുളസി ഉപയോഗിച്ചു വരുന്നു. തുളസിക്കണി
അതിന് ഒരു ഉദാഹരണമാണ്. തായ് ഭാഷയിൽ തുളസിയുടെ ഇലയ്ക്ക് കഫ്രാവോ എന്നാണ് പറയുന്നത്. അവിടെ തുളസിയുടെ ഇലകൾ ഭക്ഷണത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നു. ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന കലവറകളിൽ കീടങ്ങളെ അകറ്റാനായി നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്നത് തുളസിയുടെ ഉണങ്ങിയ ഇലകളാണ്. അവ ധാന്യവുമായി കൂട്ടിക്കലർത്തി സൂക്ഷിക്കുന്നു. വെള്ളം അണുവിമുക്തമാക്കാനും ഇലകൾ ഉപയോഗിക്കുന്നു. തിളപ്പിച്ചാറിയ തുളസി വെള്ളം നമുക്ക് പരിചിതമാണല്ലോ. ഹോളി ബേസിൽ, ഇന്ത്യൻ ബേസിൽ, സേക്രഡ് ബേസിൽ എന്നീ ഇംഗ്ലീഷ് പേരുകളിൽ അറിയപ്പെടുന്ന തുളസിക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ജലദോഷം, ഫ്ലൂ, പനി, ആസ്മ, മാനസിക സമ്മർദ്ദം, പ്രമേഹം, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, മലേറിയ, കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ, വയറിളക്കം, ഉറക്കമില്ലായ്മ എന്നീ രോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കുന്ന തുളസി ഹാൻഡ് സാനിറ്റൈസറായും മൗത്ത് വാഷായും മുറിവുണക്കുന്നതിനുള്ള മരുന്നായും ഉപയോഗിക്കുന്നു. സസ്യത്തിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ഗുണം ശാസ്ത്രലോകം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഫംഗൽ, ആൻറ്റിസെപ്റ്റിക് എന്നീ നിരകളിലും സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. തുളസിയിൽ കർപ്പൂരത്തോട് സാമ്യമുള്ള ബേസിൽ കാംഫർ എന്ന തൈലം അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻ്റ് ഗുണവും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണവും ധാരാളമുള്ള തുളസിയുടെ ഇല വളരെ കുറഞ്ഞ അളവിൽ നിത്യവും കഴിക്കുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദഹനം സുഗമമാക്കുന്നതിനും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും നല്ലതാണ് എന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. സസ്യത്തിൽ അടങ്ങിയിട്ടുള്ള മഗ്നീഷ്യം ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഫ്ലാവനോയിഡ്സ് തലച്ചോറിൻ്റെ ശരിയായ പ്രവർത്തനത്തിനും അനുയോജ്യമാണ്. വൈറ്റമിൻ എ, കെ, സി, സിങ്ക് എന്നിവയുടെ നല്ലൊരു കലവറയാണ് ഹോളി ബേസിൽ ലീഫ്. വാസ്തുശാസ്ത്രമനുസരിച്ച് പച്ച നിറത്തിലുള്ള തുളസി, അതായത് രാമതുളസി, വീട്ടുമുറ്റത്ത് വളർത്തുന്നത് ഐശ്വര്യദായകമാണ്. ഔഷധ ഉപയോഗത്തിന് ഏറ്റവും നല്ലത് പിങ്ക് നിറത്തിലുള്ള കൃഷ്ണ തുളസിയാണ്. തുളസിയുടെ ഇല നേരിയ തോതിൽ അമ്ലഗുണം ഉള്ളവയാണ്. വായിലെ ഉമിനീർ ക്ഷാരഗുണം ഉള്ളതുമാണ്. പൊതുവെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും ചീത്ത കൊളസ്ട്രോളായ LDL കുറയ്ക്കുന്നതിനും ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനും വളരെ അനുയോജ്യമാണ് ഹോളി ബേസിൽ ലീഫ്. തികച്ചും ആരോഗ്യദായകമായ തുളസി തൈകൾ നട്ടുവളർത്തൂ. നമ്മുടെ ഉദ്യാനം ഔഷധ സസ്യത്തോട്ടം കൂടി ആയി മാറട്ടെ. വീഡിയോ ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.